ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊക്കെ എത്ര കാലം ഒന്നിച്ച് ജീവിക്കുന്ന ലവ് മാരേജ് ആണെന്ന് ഇപ്പൊ ഞാനിങ്ങനെ കണ്ടതുകൊണ്ട് അറിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അറിയോ ലവ് മാരേജ് ആണെന്ന്. അപ്പൊ കുട്ടിയോട് ഇഷ്ടപ്പെട്ടു പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ. ഈ ചിക്കൻ പല തവണ ഇവിടെ വന്നു പോയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാ. രാവിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജനൽ തുറന്നിട്ട് ഇവിടെ നോക്കിയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒന്നും അറിയില്ല. ഞാൻ നാളെ വെറുതെ അവരുടെ ഫേസ്ബുക്കിൽ ഓരോ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ 2006 ഇട്ടൊരു ഫോട്ടോയിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. അന്ന് ഇവര് 5-ലോ 6-ലോ തോന്നാൻ അപ്പയ്ക്ക് മനസ്സിലായിട്ട് ഇവര് തമ്മിൽ ഇഷ്ടത്തിലായിട്ട് ഒപ്പിച്ച പരിപാടിയാണ്. അവിടെ മോളതാ ഞാൻ ആലോചിക്കാറുണ്ട്, അയ്യോ ക്ലാസ്സിലുള്ള ആൺകുട്ടികളോടൊന്ന് സംസാരിക്കുന്ന കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന്. ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളുടെ പേര് ചോദിച്ചാൽ പോലും അറിയില്ലെന്ന്. ലവ് മാരേജ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ ആ നിശ്ചയത്തിന്റെ സമയത്തേ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെക്കൻ്റെ അമ്മയുടെ മുഖം കടുന്നൽ കുത്തിയ പോലെ ഉണ്ടായിരുന്നു. അത്ര താല്പര്യമുള്ള ഒരു കല്യാണം അല്ല എന്നിട്ട് മനസ്സിലായി. അപ്പൊ ഈ പറഞ്ഞതല്ലാണ്ട് ഞാൻ പിന്നെ ഇത് ആരോട് പറയാൻ നിന്നില്ല. എത്രയായാലും നമ്മുടെ കുട്ടികളല്ലേ, നല്ലത് വരണം, നല്ല രീതിയിൽ പോകണം എന്നല്ലേ നമ്മൾ ആലോചിക്കുള്ളൂ. അപ്പൊ അധികകാലം ഒന്നും പോയി എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊക്കെ എത്ര കാലം ഒന്നിച്ച് ജീവിക്കുന്ന